നമസ്കാരം. ഇന്ന് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 16. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാജിക് ആൻഡ് മിറാക്കിൾ ഇൻ ഹെൽത്ത്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ മോർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ആ ഹെൽത്ത് നമുക്ക് ആ പ്രോബ്ലം ഉണ്ടായ ആ സ്ഥലത്തേക്കായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് പോകുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഈ വയ്യ എന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നുണ്ട്, ഈ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിച്ചേരുന്നത്. അതുകൊണ്ട് നമുക്ക് വയ്യ ഒരു അസുഖം വരുമ്പോൾ നമുക്ക് വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആ എനർജിയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ഇത് മാറ്റാം? ഇത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വഴിയാണ് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മിക്ക ആൾക്കാർക്കും കോൺഫിഡൻസ് ഇല്ലാത്ത കാണും. അവർക്ക് എന്തെങ്കിലും ഒരു ബോഡി പാർട്ട്, എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത കാണും. അപ്പോൾ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് നമ്മുടെ പോകാതെ, കാര്യം നമ്മൾ നമ്മുടെ ബോഡി ഗ്രേറ്റ്ഫുൾ ആയിട്ടിരുന്നാലേ നമ്മുടെ ഹെൽത്ത് നല്ലപോലെ ഇരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പ്രാക്ടീസസ് ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ്, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയുള്ള പ്രാക്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ദിവസവും നമ്മൾ 10 ബ്ലെസ്സിങ്സ് എഴുതാൻ മറക്കണ്ട. അത് എല്ലാ ദിവസവും മാജിക് റോക്ക് പ്രാക്ടീസ് മറക്കണ്ട. അന്നത്തെ ദിവസത്തെ എല്ലാ നല്ല കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല കാര്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിന് താങ്ക് യു പറയുക. ഇത് കൂടാതെ ഇന്ന് ഹെൽത്ത് റിലേറ്റഡ്, ഹെൽത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാനും ഹെൽത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുൻപ് പാസ്റ്റിൽ നടന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് എനർജി ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ല ഇരുന്നിരുന്ന ടൈം കാണുള്ളൂ, നിങ്ങൾക്ക് ആ എനർജി സെൻസ് ചെയ്ത 3 ഒക്കേഷൻ ആലോചിച്ച് എടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ നടന്ന. എന്നിട്ട് ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ എനർജി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ, നല്ല നിങ്ങൾ ചിലപ്പോൾ ചൈൽഡ്ഹുഡിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അഡോളസൻസിലാവാം, എപ്പോൾ വേണമെങ്കിലാവാം, നിങ്ങൾക്ക് ആ എനർജി സെൻസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര എനർജി ആയിട്ട് നിങ്ങൾ ചെയ്ത ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇരുന്നിരുന്നു. ആ സമയം നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് ആ ഒരു നിമിഷത്തെ താങ്ക് യു പറയാം. ആ ഒരു 3 ഒക്കേഷൻ ഇന്ന് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ എനർജി ഹൈ ലെവലിലായിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഓർക്കുക, എന്നിട്ട് താങ്ക് യു പറയാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹെൽത്ത് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പാസ്റ്റിൽ നമ്മുടെ ഹെൽത്ത് ഹൈ ആയിട്ട് എനർജി ആയിട്ട് നിന്നുള്ള സിറ്റുവേഷന് താങ്ക് യു പറയുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്തിന് താങ്ക് യു പറയുക. നിങ്ങളുടെ ഹെൽത്തിൽ നല്ലപോലെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബോഡി പാർട്സ് 5 എണ്ണം എടുക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കണ്ണ്, മൂക്ക്, വായ എല്ലാം, കണ്ണ്, മൂക്ക്, കാല്, കൈ, കിഡ്നി, ഹാർട്ട് എല്ലാത്തിനോടും താങ്ക് യു പറയുക. പിന്നെ 5 ഫങ്ഷൻസ് ചൂസ് ചെയ്യുക, എന്നിട്ട് താങ്ക് യു പറയുക. അത് പ്രോപ്പറായിട്ട് നല്ലപോലെ വർക്ക് ആവുന്നതിന് താങ്ക് യു പറയുക. ഇതാണ് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം, മേ ബി ഒരു ഐസൈറ്റ് കൂടുതലായിട്ട് കാണാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. മേ ബി ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, മേ ബി എന്തെങ്കിലും മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോൾ അത് മാറാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം അത് പ്രോപ്പറായി ഇമ്പ്രൂവ് ആയെന്ന് വിശ്വസിക്കുക. ഫോർ എക്സാമ്പിൾ ഐസൈറ്റ് ആണെങ്കിൽ ഐസൈറ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോകം കാണേണ്ടത് അതേ കണക്ക് നിങ്ങളുടെ ഐസൈറ്റ് ആയി എന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദനയാണെങ്കിൽ മുട്ടുവേദന മാറി എന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഐഡിയൽ സ്റ്റേജിലേക്ക് നിങ്ങളായി എന്ന് മനസ്സിൽ വിശ്വസിച്ച് താങ്ക് യു പറയുക. അങ്ങനെ നമുക്ക് കിട്ടിയല്ലോ, നമുക്ക് ആ സാധനം കിട്ടി, നമ്മൾക്ക് വേണ്ട കണക്ക് നമുക്ക് കാഴ്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ട കണക്ക് നമുക്ക് വെയിറ്റ് ലോസ് കിട്ടി. അങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് താങ്ക് യു പറയണം. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് താങ്ക് യു പറയുക. അതാണ് മൂന്നാമത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് റിലേറ്റഡ് പ്രാക്ടീസ്, നിങ്ങൾ എന്തിനകത്താണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. ഇത് എല്ലാം നമ്മൾ വീണ്ടും വിഷമമൊക്കെ അട്രാക്റ്റ് ചെയ്യുവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുമ്പോൾ മോർ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ പ്രോബ്ലം മാറിയെന്ന് മനസ്സിൽ വിശ്വസിച്ച് താങ്ക് യു പറയാനായിട്ട് ശ്രമിക്കുക.
അതേ കണക്ക് ചില ആൾക്കാരുണ്ട് മെഡിസിൻ ഡോക്ടർ തരുന്നത് അതിൻ്റെ സൈഡ് എഫക്ട്സ് അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇതൊക്കെ എനിക്ക് വരും എന്നുള്ള ചിന്തകൾ വരുന്നത്. ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന കണക്ക് കാണുക. നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിലുള്ള നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിക്കാനായിട്ട് ടൈം എടുക്കുക. നമുക്കുള്ളതിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഹെൽത്ത് എന്തെങ്കിലും രീതിയിൽ താഴോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയെന്ന് മനസ്സിൽ നല്ല പോലെ വിശ്വസിച്ച് താങ്ക് യു പറയുക. എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, ഹെൽത്ത് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ ഡിഗ് ചെയ്ത് അകത്തേക്ക് കയറാതെ ഇരിക്കുക. നിങ്ങൾ വേറെ കാര്യങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ഒരു തോട്ട് മാറ്റാൻ ശ്രമിക്കുക. അതെന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന എന്ത് ബാഡ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് കൂടുതൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് വിഷമം ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതെ വേറെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.